മണ്ണൂർ പഞ്ചായത്തിൽ വികസന സദസ്സ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗങ്ങളും മുസ്ലിം ലീഗും ബഹിഷ്കരിച്ചു. അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്തിനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25 വർഷം പുറകിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന വികസന സദസ്സ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗങ്ങളും മുസ്ലിം ലീഗും ബഹിഷ്കരിച്ചു. ഇടുങ്ങിയ ഇടവഴികളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും 6 വർഷത്തിൽ അധികമായി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയ കളിക്കളവും ഇനിയും പൂർത്തീകരിക്കാത്ത കുടിവെള്ള പദ്ധതിയും മരുന്നില്ലാത്ത ആരോഗ്യ കേന്ദ്രവും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയ പത്തിരിപ്പാല ബൈപ്പാസും അടിസ്ഥാന പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാത്ത ഭരണസമിതി 50ഓളം സ്ത്രീ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഖാദിയിൽ 40 വർഷം പഴക്കമുള്ള ഒരു ശൗചാലയം അല്ലാതെ അവർക്ക് നല്ലൊരു ശൗചാലയം പോലും നിർമ്മിച്ചു കൊടുക്കാത്ത വികസനം. ഇതാണോ വികസന സദസ്സ് എന്ന് ഉദ്ഘാടനം ചെയ്ത് അൻവർ സാദിഖ് ഉന്നയിച്ചു. വികസന സദസ്സ് എന്ന് പറഞ്ഞ് 5 വർഷക്കാലം ഞങ്ങൾ ചെയ്ത വികസനങ്ങൾ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആശാവർക്കർമാരെയും പാവപ്പെട്ട ഹരിതകർമ്മസേന അംഗങ്ങളെയും ഒരു കുടുംബശ്രീയിൽ 5 കുടുംബശ്രീ അംഗങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഈ വികസന സദസ്സ് പ്രഹസനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം 5 വർഷമായി തകർന്നടിഞ്ഞ റോഡുകൾ മാത്രമായി, മരുന്നില്ലാത്ത ഹോസ്പിറ്റലുകളിൽ മാത്രമായി, മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം 350ഉം 400ഉം വീടുകൾ കൊടുത്തപ്പോൾ വെറും 14 വീടുകൾ മാത്രം തുക മുഴുവൻ കൊടുത്ത ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടെങ്കിൽ അത് മണ്ണൂർ പഞ്ചായത്താണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിപാടിയിൽ KP മുനീർ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം അധ്യക്ഷനും സൗദിഖ് അലി നന്ദിയും പറഞ്ഞു. സുലൈമാൻ PM, അബ്ദുൽ ഹക്കീം PU, പഞ്ചായത്ത് മെമ്പർ റജുല PU, ജബ്ബാർ CH, മുസ്തിഖ്, സൈഫുദ്ദീൻ, ഹസീന CH, ഷബിത മുനീർ S, ബഷീർ VP, അഫ്സൽ മുന്താസ്, കുബ്ര, സലീന, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.